इस दुनिया में अपना എന്താണ് ഈ സ്വന്തമാക്കൽ? എന്തിൻ്റെ ഉടമസ്ഥാവകാശമാണ് നമുക്കുള്ളത്? നമ്മുടെ സ്വന്തമായിട്ട് സ്വന്തം എന്ന് പറയാൻ എന്താണ് ഇവിടെയുള്ളത്? സബ് കുച്ച് അപ്നാ ഹെ, പറയുമ്പോൾ ഒക്കെ നമ്മുടേതാണ്. ഒക്കെ കാണുമ്പോഴുള്ള ആ തേനൊലിപ്പിക്കലാണ്. ആരും ആരെയും ഓർക്കുന്നില്ല. इस दुनिया में अपना മലയാളത്തിലേക്ക് സ്വാഗതം. മനുഷ്യർ ആഗ്രഹങ്ങളുടെ പിറകെ സഞ്ചരിക്കുന്ന ജീവികളാണ്. എന്ത് കാണുന്നോ, എന്ത് ഇഷ്ടപ്പെടുന്നോ അത് സ്വന്തമാക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ പ്രിയപ്പെട്ടത് ഒന്ന് സ്വന്തമാക്കി കഴിഞ്ഞാൽ എല്ലാമായി എന്നവൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട വീട്, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ഇണ, ഇവയെല്ലാം സ്വന്തമാക്കണമെന്നാണ് അവൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വന്തമാക്കുന്നു എന്ന് പറയുന്നവയൊക്കെ അവനവൻ്റേത് എന്ന് പറയാവുന്നവയാണോ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ സ്വന്തമാക്കൽ? നമ്മൾ നമ്മുടേതെന്ന് കരുതുന്ന പലതും നമ്മുടേതായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയം പോലും വളരെ വൈകിയായിരിക്കും. ഹൃദയത്തിൻ്റെ സ്വന്തമെന്ന് കരുതിയ പല സംഗതികളും അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. എന്തിൻ്റെ ഉടമസ്ഥാവകാശമാണ് നമുക്കുള്ളത്? ഒരു വലിയ ചോദ്യമാണ്. മാലോകർക്ക് മുൻപിൽ എൻ്റേത് 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 എന്ന് വീമ്പ് നടിക്കുന്ന ഓരോ കാര്യങ്ങളും അതെൻ്റേതായിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിയായിട്ടായിരിക്കും. നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ നിരന്ന് കിടക്കുന്നുണ്ടാവും. നമ്മളൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്ന് നമ്മെ ഈ ഭൂമി, ഈ ജീവിതം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. ഓരോ മരണവും ഓരോ കൊഴിഞ്ഞുപോക്കും നമ്മെ അത് ഉണർത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നാസിർ കസ്മി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ കവി ഒരു മനോഹരമായ ഗസൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മത്തല ഇങ്ങനെയാണ്: ഇസ് ദുനിയാ മേ അപ്നാ ക്യാ ഹെ, കഹനെ കോ സബ് കുച്ച് അപ്നാ ഹെ. इस दुनिया में अपना ഇസ് ദുനിയാ മേ അപ്നാ ക്യാ ഹെ. വളരെ വലിയൊരു ചോദ്യമാണ്. ഈ ദുനിയാവിൽ സ്വന്തമായിട്ട് എന്താണുള്ളത്? इस दुनिया में अपना कहने को सब कुछ अपना कहने को सब कुछ अपना है इस दुनिया में अपना എന്താണ് നീ എന്നൊരു ചോദ്യമാണ് ആദ്യത്തേത്. ഇപ്പം ഈ നിൽക്കുന്ന ഞാൻ, ഈ ഞാൻ എന്ന് അവകാശപ്പെടുന്നത് എന്താണ്? എൻ്റെ ശരീരത്തെയാണോ? ആ ശരീരത്തെ ഞാൻ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തെയാണോ? ആ ഹൃദയത്തെ ഞാൻ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? വലിയ ചോദ്യമാണ്. ഓരോരുത്തരുടെയും വിശകലനത്തിനും ഓരോരുത്തരുടെയും നിരീക്ഷണത്തിനും അനുസരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ ആരും ഇതിൻ്റെ ഉടമകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമകളാണെങ്കിൽ നമുക്കവ നമ്മുടെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ സാധിക്കണം. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ എല്ലായ്പ്പോഴും നമ്മുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന രീതിയിൽ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നാസിർ കസ്മിയുടെ ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ഈ ദുനിയാ മേ അപ്നാ ക്യാ ഹെ. സ്വന്തം ശരീരം, സ്വന്തം മനസ്സ്, സ്വന്തം സ്വരം, സ്വന്തം ശബ്ദം അതുപോലും ഉടമസ്ഥപ്പെടുത്താൻ കഴിയാത്ത നമ്മൾ എന്താണ് ഉടമപ്പെടുത്തി എന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തമായിട്ട് സ്വന്തം എന്ന് പറയാൻ എന്താണ് ഇവിടെയുള്ളത്? ഇസ് ദുനിയാമേ, ഈ ലോകത്ത്. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, കഹനേക്കോ സബ് കുച്ച് അപ്നാ ഹെ. പറയുമ്പോൾ ഒക്കെ നമ്മുടേതാണ്. ഈ ശരീരം, ഈ വസ്ത്രം, ഈ ശബ്ദം, ഈ രൂപം ഒക്കെ നമ്മുടെ തന്നെയാണ്. എൻ്റെ ഇണ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ
അങ്ങനെ ഏതൊരു വസ്തുവിനെ മുന്നിലേക്ക് എടുത്തു വെച്ചാലും അതൊക്കെ നമ്മളുടെ തന്നെയാണ്. ഈ ഭൂമി, വീട്, അങ്ങനെ എന്ത് തന്നെയും നമ്മുടേതെന്ന് പറയാവുന്ന രീതിയിലാണ് ഉള്ളത്. എൻ്റേതാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നു. പക്ഷെ അത് നമ്മുടേത് തന്നെയാണോ എന്നൊരു ചോദ്യമാണ്. പറയുമ്പോൾ ഒക്കെ നമ്മുടേതാണെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമയാണോ? ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തിയിട്ടുള്ള ആളാണോ? യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വാടകക്കാരെ പോലെയാണ്. റാഹത്ത് ഇന്ദോരി എന്ന് പറയുന്നൊരു കവിയുണ്ട് ഉറുദുവിൽ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വാടകക്കാരാണവർ എന്നാണ്. ഈ ഭൂമിയിൽ നമ്മൾ വാടകക്കാരാണ് എന്നാണ്. ജനനത്തോടെ കടന്നു വരുന്നു. ഇവിടെ വീട്, ഭൂമി ഒക്കെ വാടക എടുത്ത് താമസിക്കുന്നു. മരണത്തോടെ അത് അവസാനിക്കുന്നു. ഉടമപ്പെടുത്തുന്നത് ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഈ ശബ്ദം ഏത് സമയത്ത് നിലക്കുമെന്ന്, നമ്മുടെ ഈ ശ്വാസം ഏത് സമയത്ത് നിലക്കുമെന്ന്, നമ്മുടെ ഈ അംഗവിക്ഷേപങ്ങൾക്ക് ഏത് സമയത്ത് തകരാറ് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കുക സാധ്യമല്ല. അതിനെക്കുറിച്ചൊരു മുൻധാരണയോടുകൂടി നീങ്ങുക പോലും സാധ്യമല്ല. അവിടെയാണ് ഈ ചോദ്യം ഏറെ പ്രസക്തമാകുന്നത്. ഇസ് ദുനിയാമേ അപ്നാ ക്യാ ഹേ? ഈ ലോകത്ത് എല്ലാം നമ്മുടേതെന്ന് പറയുന്ന സമയത്തും എന്താണ് നമ്മൾ ഉടമപ്പെടുത്തിയിട്ടുള്ളത് എന്ന ചോദ്യമാണ്. വളരെ തത്വചിന്താപരമായ ഈരടികളാണ് ഈ ഗസലിലുള്ളത്. ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം, ഈ ഈരടിക്ക് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു വലിയ ഒരു തത്വമുണ്ട്. നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മൂ ദേഖേ കി ബാത്തേ ഹേ സബ്, കിസ്നെ കിസ്കോ യാദ് കിയാ ഹേ. किसने किसको याद किया है, किसने किसको याद किया है. മൂ ദേഖേ കി ബാത്തേ ഹേ സബ്. നമ്മുടെ ഈ നാട്യങ്ങൾ, ഒരാളെ കാണുമ്പോഴുള്ള വാഴ്ത്തുപാട്ടുകൾ, കെട്ടിപ്പിടുത്തങ്ങൾ, ആലിംഗനങ്ങൾ, കൈകോർത്ത് ചേർത്തു പിടിക്കൽ ഒക്കെ നാട്യമാണ്. ഒക്കെ കാണുമ്പോഴുള്ള ആ തേനൊലിപ്പിക്കലാണ്. അവനവൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് മുഴുവൻ മനുഷ്യരും. കിസ്നെ കിസ്കോ യാദ് കിയാ ഹേ. ആരെ ഓർത്തിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആരും ആരെയും ഓർക്കുന്നില്ല. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ആ യാത്രയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ ഒരാളെ കാണുമ്പോൾ ആ കണ്ടവനോട് പരിചയം പുതുക്കുന്നു. ഞാൻ നിന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെപ്പോൾ ആലോചിച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ മുഖം നോക്കിയുള്ള കിഞ്ചന വർത്തമാനങ്ങൾ മാത്രമാണ്. അതിനപ്പുറം അത് ആഴത്തിലുള്ള അഭിവാദ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെയല്ല. അത് നിന്നെ കാണുമ്പോൾ നിന്നെ ഒന്ന് സോപ്പിടുന്നതിൻ്റെ ഭാഗമായി അവർ പറയുന്ന കിഞ്ചന വർത്തമാനങ്ങൾ മാത്രം. ആരെ ഓർത്തിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് വലിയൊരു ചോദ്യമാണ്, വലിയൊരു തത്വമാണ്. നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. നമ്മളെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? നമ്മൾ ആ ചിന്തകളിൽ അങ്ങനെ ഒഴുകി നടക്കുകയാണ്. നമ്മുടെ ഉപജീവനം, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷത്തെ ഏറ്റാൻ വേണ്ടി മറ്റുള്ള ആളുകളെ നമ്മൾ കൂടെ പിടിക്കുന്നു. നമ്മുടെ ദുഃഖത്തെ അകറ്റാൻ വേണ്ടി മറ്റുള്ള ആളുകളെ നമ്മൾ കൂടെ പിടിക്കുന്നു. എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദു ഞാൻ എന്നുള്ള വ്യക്തിത്വമാണ്. ആ ഞാൻ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ചിന്ത നടക്കുന്നത്. അതിനിടയിൽ മറ്റൊരാളെ ആലോചിക്കാൻ പോലും സമയമില്ല. നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരെ കാണുമ്പോൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾക്കപ്പുറത്തേക്ക് അതിനൊരാഴവുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് നാസിർ കസ്മി വരച്ചു വെക്കുന്നത്. നമ്മുടെ ബന്ധങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന, വിശേഷങ്ങൾ ആരായുന്ന, അങ്ങനെ സുഹൃത്ത് എന്ന് കരുതി നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായി എൻ്റെ സമയം മെനക്കെടുത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കേട്ടെന്ന് വരും. യഥാർത്ഥത്തിലെല്ലാം അതാത് സമയത്തെ വർത്തമാനങ്ങൾ മാത്രമാണ്. ആരും ആരെയും ഓർത്തിരിക്കുന്നില്ല. ഓർമ്മകൾ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ് എന്നാണ് നാസിർ കസ്മി പറഞ്ഞു വെക്കുന്നത്.
ഒരുപാട് ആശയങ്ങൾ അടങ്ങിയ ഈരടികൾ വേറെയുണ്ട്. നമുക്കത് തീർച്ചയായും പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. ഏറെ നന്ദി. इस दुनिया अपना क्या है क्या